വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അതിൽ വന്നൊരു കമന്റാണ് രസകരമായത്. ഒരു കുഞ്ഞിന്റെ ജീവനേക്കാൾ വലുതാണോ നിസ്കാരവും മതവും എന്നൊക്കെയാണ്. എൻ്റെ പ്രിയ സുഹൃത്തെ, മതത്തെപ്പറ്റി അറിയില്ലെങ്കിൽ, അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ പറയാതിരിക്കലാണ് ഉത്തമം. ആരെങ്കിലും അറിവില്ലാത്തവർ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പഴിയും പരിശുദ്ധമായ ഇസ്ലാമിനോ കഷ്ടം തന്നെയാണ്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഏതാ? അത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം, നിസ്കാരമാണെന്ന്. പടച്ച റബ്ബിന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് ലയിക്കുന്ന നിസ്കാരത്തിലാണെങ്കിലും തൊട്ടാൽ 7 വട്ടം കഴുകണമെന്ന് പഠിപ്പിച്ച ഒരു നായ അപകടത്തിൽപ്പെട്ടത് കണ്ടാൽ നിസ്കാരം മുറിക്കുന്നു എന്ന് നിയത്ത് വെച്ച് നീ നിസ്കാരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ആ നായക്കുട്ടിയെ രക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? വർഷത്തിൽ 1 മാസം മാത്രം വിശ്വാസികൾക്ക് കിട്ടുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ, ആരാധന കൊണ്ട് ധന്യമാക്കുന്ന, പ്രതിഫലത്തിന്റെ കൂമ്പാരങ്ങൾ ലഭിക്കുന്ന റമളാൻ. ആ റമളാൻ മാസത്തിൽ ഏതൊരു മനുഷ്യനും നോമ്പെടുക്കാൻ വലിയ കൊതിയായിരിക്കും. ഏത് തെറ്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും നന്നാകാൻ ആഗ്രഹിക്കുന്ന മാസം. ആ മാസത്തിൽ ഒരാൾ നോമ്പെടുത്തു ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോഴാണ് ഏതോ ഒരു ജീവി ഒരു പുഴയിൽ ഇങ്ങനെ മുങ്ങി താഴുകയാണ്, ജീവന് വേണ്ടി പിടയ്ക്കുന്നു. നിനക്ക് നീന്തൽ അറിയാമെങ്കിൽ എന്താണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത്? നീ നിന്റെ നോമ്പ് മുറിയുന്നത് ഭയപ്പെടണ്ട. നീ അതിലേക്ക് ചാടി ആ ജീവിയെ രക്ഷപ്പെടുത്തു. നിന്റെ നോമ്പ് മുറിയട്ടെ, നീ പിന്നെ അത് ഖളാ വീട്ടിയാൽ മതി. അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനകളെക്കാളും വലുതായി, നിസ്കാരത്തിനേക്കാളും വലുതായി, നോമ്പിനേക്കാളും വലുതായി ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിയുടെ ജീവന് പോലും വില കൽപ്പിച്ച ഇസ്ലാമിനെയാണോ നിങ്ങൾ ആക്ഷേപിച്ചത്? ഇതാണ് ഇസ്ലാം, കാരുണ്യത്തിന്റെ ഇസ്ലാം, സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം, ജീവന് വില കൽപ്പിക്കുന്ന ഇസ്ലാം. പിന്നെ ആ വീഡിയോ കാണുമ്പോൾ അത് കുട്ടികൾ കളിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ആ നിസ്കാരത്തിന്റെ വിഷ്വൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പൂർവികർ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളോട് യോജിച്ച രീതിയിലെ നിസ്കാരവും അല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിസ്കാരത്തിലെ കളി അത് വലിയ അപകടം തന്നെയാണ്. കാരണം ചില പള്ളികൾ ജുമായ്ക്കൊക്കെ കുട്ടികളും ചെറുപ്പക്കാരും ഇരുന്ന് അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഉസ്താദുമാരും പള്ളി കമ്മിറ്റിക്കാരും വീട്ടുകാരും അത് ശ്രദ്ധിക്കണം. നിസ്കാരത്തിലുള്ള തമാശകളും കാര്യങ്ങളും അള്ളാഹുവിന്റെ ശാപത്തിന് ചിലപ്പോൾ ഇരയാക്കും. ഇന്ന് റീൽസുകൾ പോലും നിസ്കാരം വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, അപകടമാണ്. അള്ളാഹു ചിലപ്പോൾ പരീക്ഷണം ഇറക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.